സാറേ, ഈ വൃദ്ധി പോലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾ, അവരോട് എന്താ സാറിന് പറയുന്നത്? നല്ല രസകരമായ ചോദ്യമാണ്. മടിയന്മാരോട് എനിക്കൊന്നും പറയാനില്ല. അവരെന്നും മടിയന്മാരായിട്ടിരിക്കും. അപ്പോൾ ഇത് മടിയന്മാർക്കുള്ള പ്രോഗ്രാമല്ല, മടി മാറ്റാനുള്ള പ്രോഗ്രാമും അല്ല. ഇത് ജീവിതത്തിൽ വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ, ജീവിത വിജയം ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൻ്റെ പെർസ്പെക്റ്റീവ് കുറച്ചുകൂടെ ഗംഭീരമാണെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്കുള്ള പ്രോഗ്രാം. പൊതുവെ ആളുകൾ പറയാറുണ്ട്, സാർ എൻ്റെ മോൻ മടിയനാണ്, അവൻ പണിയെടുക്കത്തില്ല, അങ്ങനെയുള്ള ആളുകൾ ദയവേത് ഇങ്ങോട്ട് കാണില്ല. അവർ കുറച്ചുകൂടി മടിയന്മാരാകത്തേ ഉള്ളൂ. അപ്പോൾ മടിയന്മാരുടെ മടി മാറ്റുന്ന പ്രക്രിയ അല്ല വൃത്തി. വൃദ്ധി എന്ന് വെച്ചാൽ പ്രോസ്പിരിറ്റി, സമൃദ്ധി ഉണ്ടാവുന്ന ജീവിതത്തിൽ. മടിയൻ എന്ത് സമൃദ്ധിയാണ്? അവൻ ഒന്നിനെക്കുറിച്ചും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിർബന്ധിച്ച് പ്രോഗ്രാമിൽ കൊണ്ടുവരിക, അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഇനി ആരെങ്കിലും വന്നിരുന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് ഞാൻ ഇതുവരെ നിരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ മടിയന്മാർ ലോകത്തിന് ഭാരം തന്നെയാണ്. അവരൊരു അസറ്റ് അല്ല, അവർ ലയബിലിറ്റിയാണ് മടിയന്മാർ. അപ്പോൾ അവരെ മാറ്റിയെടുക്കുക എന്നുള്ളത് ആദ്യം അവർ തന്നെ ചിന്തിക്കണം. ഒരു ചെറിയ സ്പാർക്ക് അവർക്ക് ഉണ്ടായിട്ട് അവർ വന്നാൽ നമുക്ക് കൊണ്ടുവരാം. അല്ല മടിയന്മാരെ കോഴ്സ് കൊണ്ടുവരുന്നതിനെക്കാട്ടും നല്ലത് ഇത്തരം താല്പര്യമുള്ള, ഇത്തരം പ്രോഗ്രാമുകളോട് താല്പര്യമുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് ഇത് എത്തിക്കേണ്ടത്. അവരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ താല്പര്യമില്ലാത്ത ഒരാൾക്ക് താല്പര്യം ജനിപ്പിച്ചുകൊണ്ടതിനേക്കാൾ താല്പര്യമുള്ള ആളുകളെ ഇതിലേക്ക് എത്തിച്ചാൽ അവർ മതിയാവും. അവർ തന്നെ സമൂഹത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് വൃദ്ധി പ്രോഗ്രാമിൽ ഞാൻ വീണ്ടും പറയുന്നു, മടിയന്മാരുടെ മടി മാറ്റുന്ന പ്രോഗ്രാം അല്ല. താല്പര്യമുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാനും വ്യത്യസ്തമായി ചിന്തിക്കാനും സമൂഹത്തിന് ഗുണപ്രദമായിട്ട് അവരെ ജീവിതത്തിന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും വലിയ അസറ്റായിട്ട് അവർ മാറും.